പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ സ്ഫോടനത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണോ? ലോകമെമ്പാടുമുള്ള പ്രതിരോധ നിരീക്ഷകരും ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് വിദഗ്ധരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനത്തിന്റെ സഞ്ചാരപഥത്തിലേക്കാണ്. വിങ് ഓഫ് സിയോൺ എന്ന് വിളിക്കപ്പെടുന്ന ഇസ്രയേലിന്റെ ഈ ബോയിങ് 767 എന്ന വിമാനം കഴിഞ്ഞ ദിവസം ഗ്രീസിലെ ക്രീറ്റ് ദ്വീപിൽ മിന്നൽ സന്ദർശനം നടത്തി തിരിച്ചു പറന്നത് കേവലം ഒരു യാദൃശ്ചികതയായി ആരും കാണുന്നില്ല. ചരിത്രപരമായ ചില സമാനതകളും നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും ഒത്തുനോക്കുമ്പോൾ ഇറാനിനെതിരെയുള്ള മറ്റൊരു സംയുക്ത ആക്രമണത്തിന്റെ മുന്നോടിയാണോ ഇത് എന്ന് ലോകം ഭീതിയോടെ സംശയിക്കുന്നുണ്ട്. തെക്കൻ ഇസ്രയേലിലെ നെവാറ്റീവ് എയർബേസിൽ നിന്നാണ് വിങ് ഓഫ് സിയോൺ ആകാശത്തേക്ക് ഉയർന്നത്. സാധാരണയായി അതീവ സുരക്ഷയുള്ള സൈനിക കേന്ദ്രങ്ങളിൽ നിന്നും മാത്രം പറന്നുയരുന്ന ഈ വിമാനം ഗ്രീസിലെ ക്രീറ്റിൽ ഇറങ്ങുകയും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇസ്രയേലിലേക്ക് മടങ്ങുകയും ചെയ്തു. നയതന്ത്രപരമായ സന്ദർശനങ്ങൾ നേരത്തെ പ്രഖ്യാപിക്കാറുള്ള പതിവ് ഇത്തവണ ഉണ്ടായില്ല എന്നതാണ് നിരീക്ഷകരെ സംശയിപ്പിക്കുന്നത്. വിഷനർ, ഓസിസ് ഡിഫൻഡർ തുടങ്ങിയ പ്രമുഖ നിരീക്ഷണ ഏജൻസികൾ ഈ നീക്കം റിപ്പോർട്ട് ചെയ്തതോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം നൽകി തുടങ്ങി. കഴിഞ്ഞ വർഷം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിന് തൊട്ടുമുമ്പും സമാനമായ രീതിയിൽ വിമാനങ്ങൾ സ്ഥാനം മാറ്റിയിരുന്നു എന്നത് ഈ സംശയത്തിന് ബലം നൽകുന്നതാണ്. കഴിഞ്ഞ വർഷം 12 ദിവസം നീണ്ടുനിന്ന അതിരൂക്ഷമായ സംഘർഷത്തിന് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിച്ചിരുന്നു. അന്ന് ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഉന്നതതല വിമാനങ്ങൾ ഇത്തരത്തിൽ രഹസ്യമായി സഞ്ചരിച്ചിരുന്നു. ആ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ മിസൈലുകൾ വർഷിച്ചതോടെ മേഖല ഒന്നടങ്കം യുദ്ധത്തിന്റെ നിഴലിലായി. ഇത്തവണയും നെതന്യാഹുവിന്റെ വിമാനത്തിന്റെ നീക്കം ആ പഴയ തന്ത്രങ്ങളുടെ ആവർത്തനമാണോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. പ്രതിരോധ വിദഗ്ധനായ മാരിയോ നൌഫലിന്റെ നിരീക്ഷണം അനുസരിച്ച് വലിയ സൈനിക നീക്കങ്ങൾക്ക് മുന്നോടിയായി ഭരണത്തലവന്മാരുടെ വിമാനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ സഖ്യരാജ്യങ്ങളുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിനായി രഹസ്യയാത്രകൾ നടത്തുകയോ ചെയ്യുന്നത് ഇസ്രയേലിന്റെ ഒരു രീതിയാണ്. നിലവിൽ ഇറാന്റെ ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. പ്രക്ഷോഭകാരികൾക്ക് നേരെ ഇറാൻ സർക്കാർ നടത്തുന്ന അടിച്ചമർത്തലുകളിൽ 2400-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ഈ ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ്. ഇറാനിൽ ഇടപെടാൻ ട്രംപ് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന തരത്തിലുള്ള ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിലയിരുത്തലുകൾ പുറത്തു വരുന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി സൈനികമായി ഇടപെടാനുള്ള സാധ്യതകൾ അമേരിക്ക പരിശോധിക്കുന്നുണ്ട്. ഇത് ഇറാൻ ഭരണകൂടത്തെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും അവർ തങ്ങളുടെ പക്കലുള്ള മിസൈൽ കരുത്ത് ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലും നിർണായകമായ മാറ്റങ്ങൾ ദൃശ്യമാണ്. 10,000-ഓളം അമേരിക്കൻ സൈനികരുള്ള ഇവിടെ നിന്നും ചില ഉദ്യോഗസ്ഥരോട് ഒഴിഞ്ഞു പോകാനോ അല്ലെങ്കിൽ അതീവ ജാഗ്രത പാലിക്കാനോ നിർദ്ദേശം നൽകിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ ഒരു പോസ്റ്റ് ചേഞ്ച് അഥവാ പ്രതിരോധ ക്രമീകരണങ്ങളിലെ മാറ്റം എന്നാണ് നയതന്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയപ്പോഴും സമാനമായ സുരക്ഷാ മുൻകരുതലുകൾ അവിടെ സ്വീകരിച്ചിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന ഒരു തിരിച്ചടി നേരിടാൻ അമേരിക്കൻ സൈന്യം തയ്യാറെടുക്കുന്നു എന്നാണ്. അമേരിക്കയെ സഹായിക്കുന്ന പ്രാദേശിക രാജ്യങ്ങൾക്ക് ഇറാൻ ഇതിനോടകം തന്നെ കർശനമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. തങ്ങളെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് താവളങ്ങൾ വിട്ടു നൽകുന്ന സൗദി അറേബ്യ, UAE, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഇറാന്റെ മിസൈലുകളുടെ ലക്ഷ്യസ്ഥാനമാണ് എന്നാണ് ടെഹ്റാൻ നൽകുന്ന നിർദ്ദേശം. ഈ ഭീഷണി നിലനിൽക്കെ യുദ്ധമുണ്ടായാൽ തങ്ങളുടെ രാജ്യത്തെ എണ്ണപ്പാടങ്ങളും സാമ്പത്തിക കേന്ദ്രങ്ങളും തകരുമെന്ന ഭീതി ഈ ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. അമേരിക്കൻ ഇടപെടലിനെ ഒരു വശത്ത് സ്വാഗതം ചെയ്യുമ്പോഴും ഇറാന്റെ പ്രത്യാക്രമണത്തെ അവർക്ക് ഭയമാണ്. ഇറാൻ ഭരണകൂടം തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണം അമേരിക്കയും ഇസ്രയേലുമാണ് എന്ന് ആവർത്തിച്ച് ആരോപിക്കുമ്പോൾ ഈ സൈനിക നീക്കങ്ങൾ രാഷ്ട്രീയമായി വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നെതന്യാഹുവിന്റെ വിമാനം ഗ്രീസിൽ ഇറങ്ങിയത് കേവലം ഇന്ധനം നിറയ്ക്കാനോ അല്ലെങ്കിൽ സുരക്ഷാ കാരണങ്ങളോ കൊണ്ടാകാം എന്ന വാദങ്ങളും ഒരു വശത്തുണ്ട്.
എന്നാൽ പശ്ചിമേഷ്യയുടെ നിലവിലെ അന്തരീക്ഷത്തിൽ ഒന്നും തന്നെ വെറും യാദൃശ്ചികതയല്ല. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളാൽ തളർന്ന ഇറാൻ തങ്ങളുടെ അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായേക്കും. മറുവശത്ത് ഇറാനെ ഒരു പാഠം പഠിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം ഇസ്രയേലുമായി ചേർന്ന് കരുക്കൾ നീക്കുകയാണ്. ഈ നീക്കങ്ങൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ, അതോ ഇറാന്റെ ഭരണമാറ്റത്തിന് വഴിതെളിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഒരു വിമാനത്തിന്റെ ആകാശയാത്ര ലോക സമാധാനത്തെ ഇത്രമേൽ സ്വാധീനിക്കുന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയം എത്രത്തോളം സങ്കീർണമാണ് എന്നതിന്റെ തെളിവാണ്. വിവരസാങ്കേതിക വിദ്യയുടെ കാലത്ത് ഓരോ വിമാനത്തിന്റെ നീക്കവും നിരീക്ഷിക്കപ്പെടുന്നു എന്നത് രഹസ്യ നീക്കങ്ങൾക്ക് തടസ്സമാകുന്നുണ്ട് എങ്കിലും അത് നൽകുന്ന സൂചനകൾ വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളുടെ മുന്നറിയിപ്പുകൾ കൂടിയാണ്. ഇസ്രയേൽ തങ്ങളുടെ പ്രതിരോധ കവചങ്ങൾ മിനുക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ മിസൈൽ പാടങ്ങൾ സജ്ജമാക്കുകയാണ്. സമാധാന ചർച്ചകൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ട ഈ കാലത്ത് തോക്കിൻ മുനയിലെങ്കിലും സമാധാനം കൊണ്ടുവരാനാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.